കൊയിലാണ്ടി കൊല്ലഞ്ചേരിയിൽ നിന്നാണ് ഇന്നത്തെ നമ്മളെ ദിവസം സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ കൊല്ലഞ്ചേരിക്ക് ഓപ്പോസിറ്റ് തന്നെ നല്ല ഇഡ്ഡലിയും ചട്നിയും കിട്ടുന്ന ഒരു കട ഉണ്ട്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു കടയാണ്. അവിടുന്ന് നല്ല ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓരോ ദിവസവും റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എവിടം വരെ എത്തുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമല്ല. നമ്മൾ കുട്ടികളുടെ കംഫർട്ട് അനുസരിച്ചിട്ട് നമ്മൾ റൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇന്ന് മാക്സിമം കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുന്നില്ലൊരു പ്രതീക്ഷയിൽ തന്നെ ഇറങ്ങിയത്. നമ്മൾ ഏകദേശം നേരത്തെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൈഡ് നല്ല അടിപൊളിയായിട്ട് പോയി. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടുന്ന് പോയപ്പോൾ അവിടുന്ന് അവരൊക്കെ പറഞ്ഞിരുന്നു അവിടെ ഹൈവേയിൽ നല്ല പണിയൊക്കെ നടക്കുകയാണ്. നമ്മൾ ഏകദേശം കിലോമീറ്ററൊക്കെ പോന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു പെട്രോൾ പമ്പ് എത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ബാത്റൂമിൽ പോകാനും കുറച്ച് വെള്ളമൊക്കെ നിറക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം മാക്സിമം നമ്മൾ കിലോമീറ്റർ കവർ ചെയ്തെത്തിയിരുന്നു. വടകരക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പോന്നപ്പോൾ റോഡ് പണി നടക്കുകയാണ്, കുട്ടീനെ കൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. പക്ഷെ സത്യം പറയുക ഞാൻ നല്ല സ്പീഡിൽ ഇപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടുതൽ സ്പീഡിൽ റൈഡ് ചെയ്ത് വന്നത് അതിനെ കൂടെയാണ്. നമുക്ക് ഹൈവേ കൂടെ നല്ല അടിപൊളിയായിട്ട് പോരാൻ പറ്റി. പിന്നെ അങ്ങനെ റൈഡ് ചെയ്ത് നമ്മൾ വടകര എത്തി. വടകര ടൗണിൽ കൂടെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത്യാവശ്യം 1 കിലോമീറ്റർ നമ്മൾ പോകുന്നു. അതും ടൈം എടുക്കാതെ ചെയ്തത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ എത്തിക്കണം. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ വെച്ച് പിടിപ്പിച്ചു. നമ്മൾ വിചാരിച്ച് ലഞ്ച് മാഹിയിലെത്തിയിട്ട് കഴിക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി മാഹിയിലെത്താനായി. അപ്പോൾ ഒരു ഫാമിലി ഒരു വണ്ടിയിൽ പോകുമ്പോൾ അവർ ന്യൂസിൽ നമ്മളെ കണ്ടിട്ടുണ്ട് കാരണം നിർത്തിയിട്ട് അവർ നമ്മളെ അടുത്ത് നിന്ന് പെർഫ്യൂമൊക്കെ മേടിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. സത്യത്തിൽ നമ്മൾക്ക് പോണ വഴിയിൽ ഒരുപാട് പേരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കൈ വേവിത്തിട്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാഹിയിലെത്തി. അപ്പത്തിന് നമ്മൾ ക്ഷീണിച്ചിട്ടോ. ഇതുവരെ ഒരു ക്ഷീണം ഉണ്ടായില്ല. മാഹിയിലെത്തിയപ്പത്തിന് ഒരു 1:30-2 മണിയൊക്കെ കഴിക്കണം. ഇനി റൈഡ് ചെയ്യാൻ കഴിയൂല. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ റൂം എടുക്കാമെന്നില്ല പ്ലാനായി. അപ്പോൾ നമുക്ക് മാഹിയിലെത്തിയപ്പോൾ നമ്മൾ 2-3 ഇടത്തൊക്കെ റൂം അന്വേഷിച്ചു. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിന് മാഹിയിൽ റൂം റേറ്റ് കുറവായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, മാഹിയിൽ നമുക്ക് അത്യാവശ്യം നല്ല റൂം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2-3 ഇടത്തൊക്കെ അന്വേഷിച്ച് ഫൈനലി നമുക്ക് കിട്ടി. ഒരു ഏകദേശം ഒരു നമ്മൾ വിചാരിച്ച ആ റേഞ്ചിലുള്ള ഒരു റൂം നമുക്ക് കിട്ടി. ഇനി ഇവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂം എടുക്കുന്നതിൻ്റെ മുമ്പ് റൂം എടുത്തിട്ട് അവരെ വിളിച്ചത് കേട്ടോ. അവരെന്നിട്ട് എന്തിനാ റൂം എടുത്ത് നമുക്ക് വീട്ടിൽ സ്റ്റേ ചെയ്താൽ പോരേനെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ റൂം എടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ എന്തായാലും അവർ നമ്മുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് ഓൾറെഡി നമ്മൾ കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർ അവിടെ ചെല്ലാൻ പറഞ്ഞു. നമ്മളെ റൂമിൽ ഞാൻ കുറച്ച് അലക്കിയതൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ അവിടെ പോകണം. റൂം മാക്സിമം അലങ്കോലായി കിടക്കുക. നമ്മൾ ഒരു സ്ഥലത്തു നിന്നൊരു റൂം എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വലിച്ച് വാരിടേണ്ടി വരും. കാരണം അതിൽ അലക്കിയ ഡ്രസ്സുകളുണ്ടാവും, അലക്കാനുള്ളത് ഉണ്ടാവും. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും വലിച്ച് വാരിയിടും. സത്യത്തിൽ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കുറച്ച് ടൈം എടുക്കണമെന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്യാനും റെഡിയാക്കാനും എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കിളിലായതുകൊണ്ട് ആ ഒരു സെറ്റപ്പിൽ തന്നെ നമ്മൾക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ അവിടെ മാഹിയിൽ വാക്വേയിൽ പോയി. അവിടെ അടുത്ത് തന്നെയാണ് അവരുടെ റൂം. അപ്പോൾ അവിടെ കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കും ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ മുമ്പ് പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അതും ഈ കസിൻ്റെ കല്യാണത്തിനാട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വാക്വേയിൽ കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ ഉള്ള ടൈം കൊടുത്തു. അപ്പോൾ അവർ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു വാക്വേ. അപ്പോൾ അവൾക്ക് നമ്മൾ നടന്നിട്ടാണ് വന്നത്. ഇനി അവൾ കാറിൽ കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരാൻ വെയിറ്റ് ചെയ്യോളം കുട്ടികൾക്ക് കുറച്ച് സമയം കളിക്കാൻ കൊടുത്തു. അങ്ങനെ മാഹിയിലെത്തിയപ്പോൾ നമ്മൾ മാഹിയിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയി. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ലോണം കിലോമീറ്റർ കവർ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ അവർ നമ്മളെ കൂട്ടാൻ വന്ന്. അപ്പോൾ നമ്മളങ്ങനെ കസിൻ്റെ വീട്ടിൽ പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സൽക്കാരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് അവർ. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് എത്ര തോനെ വിഭവങ്ങളും ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ വയറും കുട്ടികളും അവിടെ അവരെ കുട്ടികളും ഉണ്ടായിരുന്നു. ആരിനും അവരെ കൂടെ കുറേ നേരം കളിച്ച് അങ്ങനെ ഇപ്പോൾ അത്യാവശ്യം ഈവനിങ് ആയപ്പോൾ നമ്മൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ പോയിട്ട് റെസ്റ്റ് ചെയ്തു. അവർക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനാ റൂം എടുത്ത് അവിടെ നിന്നാൽ പോലെ. കുട്ടികൾക്കും അവിടെ കുറേ നേരം കളിച്ച് അങ്ങനെ രസമായി. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു